channel. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ അവല്. അപ്പോൾ നമുക്ക് അവല് കൊണ്ട് അവല് ഉപ്മാവോ അല്ലെ അവല് കുഴക്കുന്നതല്ലാതെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഒരു അവൽപുട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ അരിപ്പുട്ട് പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവല് കൊണ്ടുള്ള പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവൽപുട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ അവലൊന്ന് ചൂടാക്കി എടുക്കുവാണ്. ഒരു പാനിൽ ഒരു കപ്പ് അവലിട്ടിട്ടുണ്ട്. അവൽ നമുക്ക് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് റോസ്റ്റ് ആവണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മുടെ അരിപ്പുട്ട് പോലെ തന്നെ വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള പുട്ട് നമുക്ക് അവൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഈ അവൽ ചൂടാക്കിയത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കുവാണ്. അപ്പോൾ മിക്സിയിൽ പൊടിച്ചെടുത്ത അവലിൻ്റെ പൊടി ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപാട് നൈസായിട്ട് പൊടിക്കരുത്, കുറച്ച് തരി പോലെ പുട്ടിൻ്റെ പൊടി പോലെ തന്നെ പൊടിച്ചെടുക്കണം. ഇനി നമുക്കിത് പുട്ടിന് കുഴക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഈ വെള്ളത്തിൽ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം, സാധാരണ പുട്ടിന് കുഴക്കുന്ന പോലെ തന്നെ. അപ്പം ഞാനിവിടെ ചിരട്ടപ്പുട്ടിൻ്റെതാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് സാധാരണ പുട്ടുകുറ്റി ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം, സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ. അതിനുശേഷം നമുക്ക് കുഴച്ച് വെച്ച അവലിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു കുക്കറാണ് വെച്ചേക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചിട്ട് ഇപ്പോൾ വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഈ പുട്ടുകുറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ആവി വരണം. അതിനുശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ ആവി വന്നപ്പോഴത്തേക്കും ഞാൻ ആ പുട്ടിങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ആവി പറക്കുന്ന അവൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ ശരിക്കും സാധാരണ അരിപ്പുട്ട് കഴിക്കുന്നത് പോലെ തന്നെയാണിത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.